നമസ്കാരം. 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിൽ ഏറെ ക്രൂശിച്ചവരെ നോക്കി മുൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവു ഇപ്പോൾ മറ്റൊരു ലോകത്തിരുന്ന് പുഞ്ചിരി തൂകുന്നുണ്ടാകും. ആ ഭരണാധികാരി പാർലമെന്റിൽ പാസാക്കിയ നിയമം നിർബന്ധമായും പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ നിയമത്തിന്റെ സ്രഷ്ടാവിനെ മനഃപൂർവ്വം വിസ്മരിക്കുകയും തമസ്കരണം തുടരുകയും ചെയ്യുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ബാബരി മസ്ജിദിന്റെ കാര്യമൊഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ ആരാധനാലയങ്ങളും 1947 ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്ന സ്ഥിതി തുടരണമെന്ന നിയമം പാർലമെന്റിൽ പാസാക്കിയത് പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന്റെ കാലത്താണ്. സമ്പൽ ഉൾപ്പെടെ 56 മുസ്ലിം ആരാധനാലയങ്ങളുടെ കീഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ തിരയണമെന്ന ആവശ്യം ഉയർന്നുവരികയും നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് സമ്പലിൽ സർവേ നടത്തണമെന്ന് ഉത്തരവിടുകയും ചെയ്തതോടെയാണ് 1991 ആരാധനാലയ നിയമത്തിന്റെ പ്രസക്തി വർദ്ധിച്ചത്. അന്ന് റാവുവിനെ ക്രൂശിച്ച പലരും നിയമം നടപ്പിലാക്കി കിട്ടാൻ ഇന്ന് കോടതി കയറുകയാണ്. സമ്പൽ സംഭവത്തോടെ 1991 ആരാധനാലയ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് മജ്ലിസ് പാർട്ടി തലവൻ അസദുദ്ദീൻ ഒവൈസി കഴിഞ്ഞ ദിവസം കോടതിയിലെത്തി. ഒവൈസി സമർപ്പിച്ച ഹർജിയും സമാന വിഷയത്തിൽ ഇതിനകം തീർപ്പ് കൽപ്പിക്കാത്ത മറ്റു ഹർജികളും പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 17 പരിഗണിക്കുന്ന മറ്റ് ഹർജികൾക്കൊപ്പം ഒവൈസിയുടെ ഹർജിയും ടാഗ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങുന്ന ബെഞ്ച് നിർദ്ദേശിച്ചു. ഈ നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് ചിലരും മറ്റുള്ളവർ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തീർപ്പ് കൽപ്പിക്കാത്ത ഹർജികൾ പരിഗണിച്ച 3-അംഗ സുപ്രീം കോടതി ബെഞ്ച് ഡിസംബർ 12 രാജ്യത്തുടനീളമുള്ള സിവിൽ കോടതികളിൽ ആരാധനാലയങ്ങളുടെ ഉടമസ്ഥാവകാശത്തെയും അവകാശത്തെയും ചോദ്യം ചെയ്ത് പുതിയ സൂട്ടുകൾ രജിസ്റ്റർ ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. ഏതെങ്കിലും ആരാധനാലയത്തിന്റെയും തർക്കമുള്ള മതസ്ഥലങ്ങളുടെയും സർവേകൾക്ക് അത്തരം കോടതികൾ ഉത്തരവിടുന്നതും വിലക്കിയിരുന്നു. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം സബ് ജുഡീഷ്യൽ ആയതിനാൽ ഈ കോടതിയുടെ അടുത്ത ഉത്തരവുകൾ വരെ പുതിയ സൂട്ടുകൾ ഫയൽ ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ നടപടികൾക്ക് ഉത്തരവിടുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുന്നത് ഉചിതമാണെന്ന് ഞങ്ങൾ കരുതുന്നു എന്നാണ് അന്ന് കോടതി പറഞ്ഞത്. കൂടാതെ തീർപ്പ് കൽപ്പിക്കാത്ത സൂട്ടുകളിൽ കോടതികൾ ഫലപ്രദമായ ഇടക്കാല ഉത്തരവുകളോ സർവേയുടെ ഉത്തരവുകൾ ഉൾപ്പെടെയുള്ള അന്തിമ ഉത്തരവുകളോ അടുത്ത ഹിയറിംഗ് തീയതി വരെ പുറപ്പെടുവിക്കാൻ പാടില്ലെന്നും ഞങ്ങൾ നിർദ്ദേശിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. സുപ്രീം കോടതി ഇത്തരത്തിൽ ഉത്തരവിടുകയും കേന്ദ്രത്തോട് ഈ വിഷയത്തിൽ പ്രതികരണം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1991 രാമക്ഷേത്ര പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമം 1947 ഓഗസ്റ്റ് 15 എന്ന തീയതി അടിസ്ഥാനമാക്കിയാണ് നിയമപ്രാബല്യം നൽകിയത്. അതുപ്രകാരം ഏതെങ്കിലും ആരാധനാലയത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത് നിരോധിക്കാനും ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം നിലവിലുണ്ടായിരുന്നത് പോലെ നിലനിർത്താനും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സുപ്രീം കോടതിയിലുള്ള വിഷയമായതുകൊണ്ട് അയോധ്യയിലെ രാമജന്മഭൂമി ബാബരി മസ്ജിദ് സംബന്ധിച്ച തർക്കം അതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താൻ സ്വാഭാവികമായും കഴിഞ്ഞില്ല. ബാബരി മസ്ജിദ് രാമജന്മഭൂമി ഉടമസ്ഥ തർക്കം സുപ്രീം കോടതി വിധിക്ക് വിടാനാണ് അന്ന് നരസിംഹറാവു ഗവൺമെന്റ് തീരുമാനിച്ചത്. സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്നതിനും മുസ്ലിം പള്ളികളുടെ ഇന്നത്തെ നില നിലനിർത്തുന്നതിനുമായി 1991 നിയമം കർശനമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി ക്രോസ് പെറ്റീഷനുകളാണ് ഇപ്പോൾ കോടതികളിലുള്ളത്. ചില മുസ്ലിം പള്ളികൾ ആക്രമണകാരികൾ തകർക്കുന്നതിനു മുമ്പ് ക്ഷേത്രങ്ങളായിരുന്നുവെന്ന് പറഞ്ഞ് അവ തിരിച്ചുപിടിക്കാൻ ഹിന്ദുത്വ ശക്തികൾ ശ്രമിച്ചു വരുന്നതിനിടെയാണ് സുപ്രീം കോടതി പുതിയ ഹർജികൾ കേൾക്കുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്ത് തീർപ്പ് കൽപ്പിക്കുമെന്ന് കാത്തിരുന്നു കാണാം.